ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗിവ് അവേയുടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആൽഫബറ്റ് ഫുഡ് ചാലഞ്ചിൽ ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻ നോട്ട്സാണ് നിങ്ങൾ ഈ കാണുന്നത്. ആക്ച്വലി ഒരുപാട് പേര് റൈറ്റ് ആൻസറും റോങ് ആൻസറും ഒക്കെ എഴുതിയത് കൊണ്ട് തന്നെ നമുക്ക് കമൻറ്റ് പിക്കർ ഒഴിവാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് കമൻറ്റ് പിക്കർ നമുക്കിങ്ങനെ പഴയ ഒരു രീതിയിൽ നമുക്ക് ലോട്ടിട്ടെടുക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ശരിയെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽഫബറ്റ് ചാലഞ്ച് ഹോൾ ചാലഞ്ചും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വിജയികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതും അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 8:30 പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8:30 വരെയുള്ള ഒരു കമൻസാണ് നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ലാസ്റ്റ് കമൻറ്റ് ചെയ്തതാണ് സ്നേഹ എന്ന് പറഞ്ഞിട്ടൊരാൾ. അപ്പം അതായിരുന്നു ദ ലാസ്റ്റ് കമൻറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 8:30 വരെയുള്ള കമൻറ്റായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഈ ഒരു പ്രിപ്പറേഷൻ വർക്കിലായിരുന്നു ഞാൻ, വിജയികളെ കണ്ടുപിടിക്കേണ്ട ഒരു സംഭവത്തിലായിരുന്നു ഞാൻ. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു 2 ചാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആ ഷോർട്സ് വീഡിയോയിൽ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ വീഡിയോസിൽ ആകെ വന്ന കമൻസ് ഈ ഒരു പേജിലുള്ള ഇത്രയും കമൻസും അതിനോടൊപ്പം തന്നെ ഈ ഒരു പേജിലുള്ള ഈ ഒരു സൈഡിലുള്ള കമൻസ് മാത്രമാണ്. ബാക്കി കമൻസൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ അതിൻ്റെ റൂളിൽ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സൈഡിലാണ് ബാക്കി കമൻസൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ബാക്കി വീഡിയോസിൽ. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ വീഡിയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതായത് മെയിൻ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോങ് വീഡിയോയ്ക്കകത്ത് കമൻറ്റ് ചെയ്ത ആൾക്കാരെയും അതേപോലെ ഞാൻ ആ പറഞ്ഞ ഷോർട്സ് വീഡിയോ, ആ ബ്രൗൺ ഡ്രസ് ഇട്ട ഷോർട്സ് വീഡിയോയിൽ കമൻറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്നുമാണ് നമ്മൾ വിന്നറിനെ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ള സ്ഥലത്ത് എഴുതിയിട്ടുള്ള ആൾക്കാരുടെ പേരും കൂടി ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർക്ക് ആ ഭാഗ്യമുണ്ടായിരുന്നു എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നല്ല, നിങ്ങൾ റോങ് പ്ലേസിൽ കമൻറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലോട്ട് അസാധുവായി പോകും. അപ്പം നിങ്ങളുടെ ലക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എഴുതിയത്. പക്ഷേ അതിനുശേഷമാണ് ഞാൻ എൻ്റെ ലോങ് വീഡിയോനെ പറ്റി ആലോചിച്ചത്. അപ്പോൾ ലോങ് വീഡിയോയുടെ താഴെ വന്നിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പലരെയും ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഗിഫ്റ്റ് തരേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിച്ച പലരെയും ഞാൻ വെട്ടി മാറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെട്ടി മാറ്റിയിട്ടുള്ള ആൾക്കാർ ആക്ച്വലി നമ്മുടെ ലോങ് വീഡിയോക്കകത്ത് വന്നിട്ട് കമൻറ്റ് ഇട്ടതിന് ശേഷമാണ് മറ്റു സ്ഥലത്തൊക്കെ പോയി കമൻറ്റ് ഇട്ടത്. അപ്പോൾ അവരുടെ ആ കമൻറ്റ്സ് അസാധുവായി പോകുന്നതായിരിക്കില്ല. നിങ്ങൾക്കും ഈ ഒരു ഗിഫ്റ്റ് സെഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതല്ലാതെ ഉള്ള പേരുകൾ മാത്രമാണ് ഞാൻ വെട്ടി മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതെല്ലാം കമ്പയർ ചെയ്തിട്ട് ഒന്നും കൂടി എഴുതുകയാണ്. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഏകദേശം 9:23 ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എഴുതി ക്രോസ് വെരിഫൈ ചെയ്തിട്ട് വേണം. 8:30 വരെയുള്ള കമൻറ്റ് മാത്രമാണ് നമ്മൾ സ്വീകരിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം 9:30 ആവാനായി ഓൾമോസ്റ്റ്. അപ്പം ഞാനതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്ന സീനാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ലോങ് വീഡിയോയുടെ കാര്യം മറന്നുപോയി. ഞാനെങ്ങാനും മറന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ചതിയായിപ്പോയത് ആക്ച്വലി. ഓക്കെ, ബാക്കിയുള്ളവരെ നമ്മൾ ലക്ക് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തോട്ട് ഇടും. നിങ്ങൾ കറക്റ്റായിട്ടുള്ള വീഡിയോസ് ഫുള്ള് കണ്ടില്ല എന്നാണ് അതിനർത്ഥം. ഈ ഒരു ലോങ് വീഡിയോ കണ്ടവരാരും ഒരിക്കലും വേറൊരു സ്ഥലത്ത് പോയി കമൻ്റ് ഇടാൻ യാതൊരു ചാൻസും ഇല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോങ് വീഡിയോയുടെ അടിയിൽ താഴെ കമൻസ് ഇട്ട ആൾക്കാരെയും കൂടി നമ്മളിതിൽ നിന്ന് പേര് വെട്ടിയിട്ട് അവർക്കും കൂടി ഒരു ചാൻസ് കൊടുക്കുകയാണ് കേട്ടോ ഗൈസ്. ആ സീനാണ് നിങ്ങൾ കാണുന്നത്. അതായത് കറക്റ്റായിട്ടുള്ള റൂൾസ് എന്തായിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. ആ ഒരു ലോങ് വീഡിയോ ഞാനിവിടെ ഒരു മെൻഷൻ ചെയ്തിരിക്കുക. ഈ ഒരു ലോങ് വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ഈ കാണുന്ന ഷോർട്സ് വീഡിയോയുടെ താഴെയോ കമൻ്റ് ഇടുന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കമൻറ്റ് പിക്കറിലൂടെ എന്തുകൊണ്ടാണ്
ആൾക്കാരെ ചൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമാണ്. ആക്ച്വലി ഇത് ഞാൻ മിസ് ചെയ്ത് പോയിട്ടുള്ള ആൽഫബറ്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഗസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഗെയിമാണ്. ഇത്രയും ഗസ് ചെയ്ത ആൾക്കാരാണ് കറക്റ്റ് ആൻസർ, അത്രയും തന്നെ ആൾക്കാർ റോങ് ആൻസറും ഗസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കമൻറ്റ് പിക്കറിലൂടെ പിക്ക് ചെയ്യുമ്പോൾ അത് റാൻഡം ആയിട്ടായിരിക്കും ആ കമൻറ്റ്സ് പിക്ക് ചെയ്യുക. അപ്പോൾ ഒരിക്കലും ഞാൻ കുറേ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ശ്രമിച്ചു നോക്കിയപ്പം കമൻറ്റ് പിക്ക് ചെയ്യുന്നതെല്ലാം റോങ് ആൻസേഴ്സ് ചെയ്ത ആൾക്കാരെയാണ്. അപ്പോൾ അത് ഒരു ഇൻജസ്റ്റിസ് ആയിപ്പോലെ. സോ വി കനോട്ട് യൂസ് കമൻറ്റ് പിക്കർ ഇൻ ദിസ് ഗെയിം. വി ക്യാൻ ഓൺലി യൂസ് ദിസ് ടെക്നിക്, ദ ഓൾഡ് ടെക്നിക്. ലോട്ട് എടുത്ത് സെറ്റാക്കുന്നത്. ഏതായാലും നമ്മൾ ഈ ആൽഫബറ്റ് ചാലഞ്ചിൽ ലോട്ട് എടുത്തിട്ടല്ലേ സെറ്റാക്കിയത്. അപ്പം വിന്നറിനെ നമുക്ക് ലോട്ട് എടുത്ത് സെറ്റ് ചെയ്യാം. അതല്ലേ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും അതിൻ്റെ ഒരു ഇതും. ഓക്കെ, സോ അപ്പം നമുക്ക് സംസാരിച്ചിരുന്ന നേരം കളയാൻ ടൈമില്ല. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദ വർക്ക്. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ എന്തായാലും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഷോർട്സിൽ വിന്നറിനെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ എല്ലാവരുടെയും പേര്, ഞാൻ ഒരാളുടെ പേര് പോലും വിട്ടുപോയിട്ടില്ല, ഞാൻ എല്ലാവരുടെയും പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആ 2 വീഡിയോസിൽ കമൻറ്റ് ചെയ്ത ആൾക്കാരെയാണ് കേട്ടോ. അപ്പോൾ ഈ 3 ഗിഫ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരിക. അപ്പോൾ എനിക്ക് 3 ആൾക്കാരുടെയും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ വിജയികളുടെയൊക്കെ. അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം, പേരെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് ലോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മുറിക്കുന്നൊരു സീൻ, പേപ്പർ മുറിക്കുന്നൊരു സീനാണ് നിങ്ങളിൽ കാണുന്നത്. പിന്നെ ഈ വീഡിയോ ഓക്കെ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോയിലും അതേപോലെ തന്നെ ആ ഒരു ലോങ് വീഡിയോയിലും വന്ന കമൻസ് മാത്രമാണ് നമ്മൾ ഇതിലേക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി എടുക്കും എന്ന് ഞാൻ ഓൾറെഡി നല്ല വ്യക്തമായിട്ട് വിശദമായിട്ടുള്ള ഈ ഒരു വീഡിയോയിൽ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ 3 റൂൾസാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, ഒന്നെങ്കിൽ മറ്റേ ആ ഒരു ഷോർട്സിൻ്റെ ആ വീഡിയോയിലോ അല്ലെങ്കിൽ ഈ ഒരു ലോങ് വീഡിയോയുടെ താഴെയോ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ ഗിവ് അവേയുടെ ഗിഫ്റ്റ്സ് കാണിച്ച വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെയൊന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല. അവരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പേരിൻ്റെ ഒരു അറ്റത്ത് ഫ്ലവർ വരച്ചിട്ടാണ് ഞാൻ ഈ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. കാരണം അഥവാ ബൈ മിസ്റ്റേക്ക് അവരുടെ പേര് വന്നാൽ പോലും അവർക്ക് ആ ഗിഫ്റ്റ് കിട്ടത്തില്ലായിരുന്നു. ബിക്കോസ് അവരാരും തന്നെ റൂൾസ് ഒന്നും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട്. എന്തായാലും കിട്ടാത്തവരൊരിക്കലും വിഷമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും ഒരു 2 ഗിവ് അവേ ഒക്കെ ഞാൻ എൻ്റെ അക്കൗണ്ടിലൂടെ നടത്തണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. മിനിമം ഞാൻ ഒരു ഗിവ് അവേ എങ്കിലും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 2 സെറ്റ് ഓഫ് ഗിവ് അവേ ആണ് കേട്ടോ. ഒരു സെറ്റ് ഓഫ് ഗിവ് അവേയിൽ 3 ആൾക്കാരായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. മറ്റേ സെറ്റ് ഓഫ് ഗിവ് അവേയിൽ നമ്മൾ പിന്നെയും 3 ആൾക്കാർ, അങ്ങനെ ടോട്ടൽ 6 ആൾക്കാരെ ചൂസ് ചെയ്തിട്ടുള്ള ഗിവ് അവേ ആയിരിക്കും നമ്മൾ നടത്തുക. അപ്പം ആരും വിഷമിക്കേണ്ടതില്ല. ആർക്കെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചാൻസസ് എന്തായാലും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഗീവ് അവേ ഉടനെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗീവ് അവേയുടെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കാൻ ലാഗ് അടുപ്പിക്കത്തില്ല. ഉടനെ തന്നെ ഞാൻ വിന്നേഴ്സിനെയും പ്രഖ്യാപിക്കുന്നതായിരിക്കും. 2 ഡേയ്സ് ഗ്യാപ്പ് മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഗൈസ്, കിട്ടാത്തവരാരും വിഷമിച്ച് സങ്കടപ്പെട്ട് പോകരുത്. നിങ്ങളെല്ലാവരും അടുത്ത ഗീവ് അവേയിൽ ഒന്നും കൂടി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇനിയും നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കണൊക്കെ അമർത്തി വെച്ചോളൂ. അപ്പോൾ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്തവണ ഞാൻ റാൻഡമായിട്ട് കമൻറ്റ് പിക്കർ ഉപയോഗിച്ച് പിക്ക് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിലായിരിക്കും കമൻറ്റ് പിക്കറൊക്കെ സെലക്ട് ചെയ്യുക. എനിക്കറിയത്തില്ല അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണെന്നുള്ളത്. അപ്പോൾ മാക്സിമം കമൻറ്റ് ചെയ്താൽ അത്രയും എളുപ്പത്തിന് നിങ്ങൾക്ക് വിന്നർ ആവാൻ വേണ്ടിയിട്ട് പറ്റും. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ് കമ്മിങ് അപ്പ്.
ഗെയിം ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിം ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നിങ്ങൾ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ശരിക്കുള്ള വിന്നേഴ്സ് ഒന്നും തെറ്റിദ്ധരിക്കേണ്ട, ഞാൻ നിങ്ങളെ ഒരിക്കലും മാറ്റി നിർത്തില്ല. ശരിക്കും റൂൾസൊക്കെ ഫോളോ ചെയ്ത് അത്രയും എഫേർട്ട് എടുത്ത് ആൽഫബറ്റ്സ് കണ്ടുപിടിച്ചവരെ നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളൊരിക്കലും റൂൾസിന് എഗെയിൻസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഫേവറബിളായിട്ട് അല്ലെങ്കിൽ പാവം കരുതിയിട്ട് ഭയങ്കര എന്താ പറയുക നമ്മളോട് നല്ല രീതിയിൽ നമ്മുടെ ഒത്തിരി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടതിൻ്റെ പേരിലൊന്നും ഞാൻ നിങ്ങളെയൊന്നും ചീറ്റ് ചെയ്യത്തില്ല ഗൈസ്. സോ ഇത്രയും പേരുകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇനി കുഞ്ഞു കുഞ്ഞായിട്ട് വെട്ടി മുറിച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണം ഗൈസ്. ഞാൻ സോ എക്സൈറ്റഡ് ആൻഡ് ത്രിൽഡ് ആണ്. വെട്ടി മാറ്റിയ പേരുകളാണേ, അതൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നില്ല കേട്ടോ. ബാക്കിയെല്ലാം നമുക്ക് ഞാൻ കുറേ പേപ്പേഴ്സ് ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറേ നെയിംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3 വിന്നേഴ്സിനെ ചൂസ് ചെയ്യാനേ നിവൃത്തിയുള്ളൂ. ബിക്കോസ് ഞാൻ നിങ്ങൾക്കായി 3 ഗിഫ്റ്റ്സ് മാത്രമേ റെഡിയാക്കി വെച്ചിട്ടുള്ളൂ, ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇതിൻ്റെ പുറകെ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. നാളെ തന്നെ ഇൻഷാല്ലാ, നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് അടുത്ത ഗിവ് അവേ പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ ഇതേപോലെ തന്നെ, പക്ഷെ അത് ഞാൻ മിക്കവാറും കമൻറ്റ് പിക്കർ യൂസ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. ബിക്കോസ് അതിന് നമുക്ക് ശരി ഉത്തരം അങ്ങനത്തെ സെറ്റപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി സിമ്പിളാണ് നിങ്ങൾക്ക് ഗെയിം ചെയ്യാനായിട്ട്. So guys, too much of work. എന്തായാലും ഒരുപാട് എഫേർട്ടിന് ശേഷം നമ്മുടെ പേപ്പർ ലോട്ടുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൽ ഒരെണ്ണം ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ബാക്കി നെയിംസ് എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ആരൊക്കെയാണ് എന്ന് പോലും നമുക്കറിയത്തില്ല. സോ ഐ എം സോ എക്സൈറ്റഡ്. നമ്മുടെ വിന്നർ ആരായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത് ഗൈസ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക്. എന്നിട്ട് നമുക്ക് ലോട്ട് എടുത്ത് നോക്കാം. നമ്മുടെ ആൽഫബറ്റ് ചാലഞ്ച് ചെയ്തതുപോലെ തന്നെ നമുക്കിതെല്ലാം ലോട്ട് എടുത്ത് നോക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ 3 വിന്നേഴ്സിനുള്ളതാണ് നമ്മുടെ ഗിഫ്റ്റ്സ്. എനിവേ ഗൈസ്, ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഉമർ, ഷെഹസ, മറിയം ആൻഡ് സോളോ ഗെയിമേഴ്സ്. ഇത്രയും പേരാണ് നമ്മുടെ വിന്നേഴ്സ്. ഇത്തവണ സ്നേഹ ബിനു ആണ് നമുക്ക് ലാസ്റ്റ് കമൻറ്റ് ചെയ്ത ആൾ. അപ്പോൾ കൺഗ്രാജുലേഷൻസ് ഗൈസ്. എനിവേ ഗൈസ്, വീഡിയോ എൻ്റെ വരെ കണ്ടിരുന്നവർക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് തരട്ടെ. എന്തായാലും അടുത്ത ഗിവ് അവേ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ അടുത്ത ഗിവ് അവേ ഐറ്റംസ് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഈ ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും കേട്ടോ അടുത്ത ഗിവ് അവേയിൽ. പിന്നെ കുറച്ചധികം ചോക്ലേറ്റ്സ് ഉണ്ട്. ഞാൻ തൽക്കാലം ഒരു ചോക്ലേറ്റ് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. പിന്നെ മാർബിൾ ഫിനിഷിലൊരു വാലറ്റ്, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പ്രൊഡക്റ്റായ കൊറിയൻ പ്രൊഡക്റ്റായ ഹാൻഡ് ക്രീമും, പിന്നെ ഹെയർ ബാൻഡ്, പിന്നെ ഈ ഒരു കുക്കീസ്. ആക്ച്വലി ഇതൊരു കുക്കീസ് ഒന്നല്ല, ഇത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതൊരു കുക്കി ഒന്നല്ല, ഇതൊരു വെറൈറ്റി സാധനമാണ്. അത് ഷോർട്സ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും നല്ലൊരു സെൻറ്റഡ് ക്യാൻഡിലും കൂടി ഞാൻ കൊടുത്തു വിടുന്നുണ്ട്. ക്യാൻഡിൽ ഞാൻ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. നല്ല സെൻറ്റഡ് ആണ്, നല്ല മണമുള്ളൊരു ക്യാൻഡിലാണ് കേട്ടോ. ഇങ്ങനത്തെ ഒന്നും സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഈ ഒരു ലിപ് ബാം, ഇതെൻ്റെ ഫേവറേറ്റ് ആണ്, നിങ്ങളുടെയും ഫേവറേറ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കുറച്ച് പ്രോഡക്റ്റ്സ് അതിൽ നിന്ന് ഞാൻ ഇതിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്.